റവ വെച്ചിട്ടുള്ള ഒരു വെജിറ്റബിൾ ബണ്ണാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതിന് ഈ കപ്പിന് 2 കപ്പ് റവയാണ് ഇവിടെ എടുക്കുന്നത്. അത് മിക്സിയുടെ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചോറ് അതിട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇവിടെ ബ്രൗൺ ഷുഗറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് 1 ടീസ്പൂണ്. അത് ഓപ്ഷണലാണ്. 3 ഏലക്ക റെഡിയാക്കിയത് അതോടെ ആഡ് ചെയ്യുന്നു. ഒരു നുള്ള് ഈസ്റ്റാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഇത് ഞാൻ ഇപ്പം തന്നെ തയ്യാറാക്കാനായതുകൊണ്ടാണ് ഈസ്റ്റ് ഇട്ടത്. അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാനാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഇത് ആട്ടിയതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വിട്ടാൽ മതി. 3/4 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 സവാള ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. ചെറിയൊരു പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. 2 പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വെജിറ്റബിൾ റവ ബണ്ണ് തയ്യാറാക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ആഡ് ചെയ്തു. ബട്ടറോ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഫ്ലെയിം കുറച്ചിട്ടിട്ട് തയ്യാറാക്കിയ ബാറ്ററിനകത്തോട്ട് 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഒരു തവി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ചോപ്പ് ചെയ്ത ക്യാരറ്റും ടൊമാറ്റോയും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു അടപ്പ് പാത്രം കൊണ്ട് ഒന്ന് അടച്ചു വെക്കാം. അടപ്പ് പാത്രം മാറ്റി നോക്കാം. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നാല് മണി പലഹാരമായിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ പറ്റിയൊരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇച്ചിരി പഞ്ചസാര കൂടുതലിട്ടാൽ കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും.